മാസപ്പടി വിവാദ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വഴിത്തിരിവിലേക്ക് ഇഡി കടക്കുമ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ വലിയ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നത്. മുൻ മന്ത്രി കൂടിയായ അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ കോഴിക്കോടുള്ള വിവിധ ആളുകളെയും ഈ കേസിൽ ഉൾപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. പ്രധാനമായും റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ വിവരം ഭാര്യ വീണ ടിയിൽ നിന്നാണ്. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ നിന്നടക്കമുള്ളത് നേരത്തെ ശേഖരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. ഈ കോഴിക്കോട് ജില്ലയിലടക്കം 8 ഇടങ്ങളിലാണ് റെയ്ഡ് ഉണ്ടായിരുന്നത്. റെയ്ഡിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. വിവിധ രേഖകൾ പിടിച്ചെടുത്തതിന് ശേഷം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ റെയ്ഡ് നടന്ന പലയിടങ്ങളിലെയും വ്യവസായികളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ വീണയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ റിയാസിനാണ് വിവരങ്ങൾ അറിയുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ തുടർന്നാണ് പിന്നെ അന്വേഷണം ഉണ്ടാകുന്നത്. ഏതായാലും കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായാണ് ഈ അവസാനഘട്ട റെയ്ഡ് കൂടി നടത്തിയത്. ഇനി സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകും. അക്കൗണ്ടുകളടക്കം ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള നടപടി ഉണ്ടായിരുന്നു. 2 തവണ വീണ ടിയെ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയ വിവരവും അതോടൊപ്പം വീണ ടിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയുടെ ഉള്ളടക്കത്തിൽ നിന്ന് കിട്ടിയ വിവരവും അടിസ്ഥാനപ്പെടുത്തിയാണ് റിയാസിലേക്കും റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്കും DYFI അടക്കമുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നേതാക്കളിലേക്കുമൊക്കെ ഈ കേസ് തിരിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു കള്ളപ്പണ ഇടപാട് കേസായി തന്നെയാണ് ഇഡി ഇത് പരിഗണിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൻ്റെ ഭാഗമായി തുടരും. കൃത്യമായൊരു വലിയ നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.